സർ, ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ്. രണ്ടാം ഭൂപരിഷ്കരണ നിയമം വരുന്നതോടുകൂടി ചെറുകിട ബിസിനസ്സുകാർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഭൂമി ഏറ്റെടുത്തു നൽകാൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഏത് രീതിയിൽ വളരെ പോസിറ്റീവായി നമുക്ക് കാണാൻ സാധിക്കുമോ? ഇതിന് എത്രത്തോളം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്തൊക്കെയാണ്? രണ്ടാം ഭൂപരിഷ്കരണ നിയമം എന്നതും വി.ഡി. സതീശന്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റിലെ വിസ്മയങ്ങളിൽ ഒന്നാണ്. കാരണം കഴിഞ്ഞ സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതേ സർക്കാരിന്റെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും കണക്കുകൾ അനുസരിച്ച് ഞാൻ കണക്ക് പറയാം. കേരളത്തിൽ ഒരു തുണ്ട് ഭൂമി, അതായത് താമസിക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ല, വീടില്ലാത്തവരുടെ എണ്ണം 1,41,000. 1,41,000. വീടുമില്ല, ഭൂമിയുമില്ല. തുച്ഛമായ ഭൂമി, പക്ഷെ താമസിക്കാൻ കിടക്കാടമില്ലാത്തവരുടെ എണ്ണം 3,36,000. ആളിന്റെ എണ്ണമല്ല, കുടുംബങ്ങളാണിത്. 3,36,00,000 കുടുംബങ്ങൾ. ആദ്യത്തേത് 1,41,000 കുടുംബങ്ങൾ. ഭൂരഹിതരായ ആദിവാസികളുടെ എണ്ണം 80,000 കുടുംബങ്ങൾ. രക്തരൂഷിതമായ മുത്തങ്ങ സമരത്തിൽ വരെ എത്തിയ ആദിവാസി സമരങ്ങൾക്ക് അവസാനവും ഭൂരഹിത, ഒരു വീടില്ലാത്തവർ, ഭൂമിയില്ലാത്തവർ ആദിവാസികൾക്കിടയിൽ 8,000 കുടുംബങ്ങൾ. ഇനി ബാക്കി ഒരു ചിത്രമുണ്ട്. അത് ടാറ്റ ഉൾപ്പെടെയുള്ള വലിയ സ്ഥാപനങ്ങൾ, കമ്പനികൾ, കുത്തകകൾ കൈവശം വെച്ചിരിക്കുന്ന എസ്റ്റേറ്റ് ഭൂമിയുടെ കണക്കാണ്. മൂന്നാർ, ടാറ്റയുടെ സ്വന്തം മൂന്നാർ എന്നായിരുന്നു ഒരു മാധ്യമം വർഷങ്ങൾക്ക് മുമ്പ് ഇതേക്കുറിച്ച് നൽകിയ കവർ സ്റ്റോറിയുടെ ടൈറ്റിൽ. നമുക്കറിയാം, 1877 പൂഞ്ഞാർ രാജാവിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന മനോഹരമായ മൂന്നാർ പ്രദേശം മുഴുവൻ തേയിലക്കൃഷി ചെയ്യുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് സർക്കാർ രാജാവിൽ നിന്ന് 100 വർഷത്തെ പാട്ടത്തിന് വാങ്ങിയത്. ഈ പാട്ടക്കരാർ അനുസരിച്ച് ഏക്കറിന് 50 പൈസയാണ് രാജാവിന് നൽകിയത്. വർഷം 3,000 രൂപ. ഇത് എത്ര വിസ്തൃതിയുണ്ട് ഈ സ്ഥലത്തിന്! അന്നും ഇന്നും ഇതൊരു വലിയ വിവാദമാണ്. ഔദ്യോഗിക വ്യാഖ്യാനം ടാറ്റയുടെ, ടാറ്റ എന്ന് പറയുന്നെങ്കിലും അതിന്റെ കമ്പനിയുടെ പേര് കണ്ണൻ ദേവൻ ഹിൽസ് പ്രൊഡ്യൂസ് കമ്പനി എന്നാണ്. അത് 58,000 മുതൽ 59,000 വരെ ഏക്കറുമാണ് തങ്ങളുടെ കൈവശം ഉള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 1,25,000 ഏക്കർ വരെ അവർ നിയമപരമായും അല്ലാതെയും കയ്യേറി അവകാശം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് വിമർശകർ പണ്ട് മുതലേ പറഞ്ഞിരിക്കുന്നത്. ഇവർ മാത്രമല്ല, ഹാരിസൺ മലയാളം, അവരുടെ കയ്യിൽ RP ഗോയങ്ക ഗ്രൂപ്പിന്റെ കയ്യിലെ 60,000 ഏക്കർ ഉണ്ട്. അത് റബ്ബർ, തേയില തോട്ടങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനി, അവരുടെ കയ്യിൽ 5,000 ഏക്കർ ഉണ്ട്. പ്രോവിഡൻസ്, അങ്ങനെ ഒട്ടേറെ ചെറുകിട കമ്പനികൾ ഉൾപ്പെടെ നമ്മുടെ തോട്ടം മേഖലയിലെ 7 ലക്ഷം ഏക്കറിൽ 1.5 ലക്ഷത്തിലധികം ഏക്കറും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കുത്തക കമ്പനികളുടെയും കയ്യിലാണ്. ഈ പാട്ടം തന്നെ വളരെ തുച്ഛമാണ്. വളരെ തുച്ഛമായ കാശ് മാത്രമാണ് ഈ കമ്പനികൾ കൊടുക്കുന്നത്. പല കമ്പനികളും കൊടുക്കുന്നില്ല എന്ന് നിയമസഭയുടെ ഒരു കമ്മിറ്റി ഫണ്ട് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു പാട്ടത്തുക ഏക്കറിന് 1,200 മുതൽ 1,500 വരെയാക്കി കൂട്ടിയിട്ടുണ്ട്. അത് എത്ര പേർ കൊടുക്കുന്നുണ്ട് എന്ന് നിയമസഭയിലെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ വാ തുറന്ന് ചോദിക്കേണ്ടതാണ്. അങ്ങനെ ചോദിക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ടാറ്റയുടെ സ്വന്തക്കാരാണ് ഇവർ മുഴുവനും, അല്ലെങ്കിൽ ഹാരിസൺ മലയാളം പോലെയുള്ള വൻകിട കമ്പനികളുടെ സ്വന്തക്കാരാണ് രാഷ്ട്രീയക്കാർ മുഴുവൻ. ഇത് മാത്രമല്ല, ടാറ്റയ്ക്കെതിരായിട്ടുള്ള ആരോപണം നോക്കാം. മൂന്നാർ ഓപ്പറേഷനുകൾ, VS-ന്റെ കാലത്ത് 3 പൂച്ചകളെ മൂന്നാറിലേക്ക് അയച്ച കഥ ഒക്കെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്ന കാര്യം. അതിന്റെ സ്പെഷ്യൽ ഓഫീസറായിരുന്ന സുരേഷ് കുമാറിന്റെ ആത്മകഥ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടാറ്റയുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയധികം ഭൂമി വന്നത്? ടാറ്റയ്ക്ക് പിന്നെ തേയില കൃഷിക്ക് വേണ്ടി മാത്രമാണ് 99 വർഷത്തെ പാട്ടത്തിന് ഈ ഭൂമി നൽകിയിരുന്നത്. അവർ അവിടെ കെട്ടിടം പണിതു, ബംഗ്ലാവുകൾ പണിതു, ഹോട്ടലുകൾ പണിതു, റിസോർട്ടുകൾ പണിതു.
അതെല്ലാം പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. അതിലെ മരം മുഴുവൻ വെട്ടിവിറ്റു. ഇഷ്ടപ്രകാരം സ്വന്തം ഭൂമിയായിട്ട് അവർ ഉപയോഗിച്ചു. ഭൂമി മാറ്റ ഉപയോഗത്തിന് ഇത് പ്രത്യേക പിഴ പലിശ ഈടാക്കണം എന്ന് റവന്യൂ വകുപ്പ് പലതവണ റിപ്പോർട്ടുകൾ നൽകി. ഒരു പലിശയും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല. മൂന്നാർ ടൗണിൽ ഇറങ്ങുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായ ഒരു കാഴ്ച കാണാം. ഞാൻ 2 തവണയായി ദേവികുളം ആകാശവാണിയിൽ പ്രവർത്തിച്ചു. ഇവിടെ കറണ്ട് നൽകുന്നത് KSEB അല്ല, അവിടെ കറണ്ട് നൽകുന്നത് ടാറ്റയാണ്. KSEBയുടെ കറണ്ട് ആ പ്രദേശത്ത് മുഴുവൻ വിതരണം ചെയ്യുന്ന ടാറ്റയാണ്. നാളെ കറണ്ടില്ല എന്ന അറിയിപ്പ് ടാറ്റയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. മൂന്നാർ ടൗണിൽ ഇറങ്ങുമ്പോൾ തന്നെ, മൂന്നാറിൽ വിനോദ സഞ്ചാരികളായി പോയിട്ടുള്ള നിങ്ങൾക്കറിയാം, മൂന്നാർ ടൗണിന്റെ മധ്യ തന്നെ ഇതൊരു സ്വകാര്യ വഴിയാണ് എന്ന് പൊതുവഴിയിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലർക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ മൂന്നാർ ഓപ്പറേഷന്റെ കാലത്തൊക്കെ മൂന്നാർ പഞ്ചായത്തിന്റെ രോദനം പത്രങ്ങളിൽ കണ്ടു. ഞങ്ങളുടെ ഒരു ഫണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഞങ്ങൾക്ക് ഒരു മൂത്രപ്പുര പണിയാൻ പോലും അനുവാദമില്ല, കോടതിയിൽ പോയിട്ടാണ് അനുവാദം വാങ്ങിച്ചത്. കാര്യം ഇക്കാണുന്ന സ്ഥലം മുഴുവൻ ടാറ്റയുടെ കയ്യിലാണ്. നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു സമയത്ത് മൂന്നാർ മേഖലയിൽ പോകുമ്പോൾ അവിടുത്തെ പത്രങ്ങളുടെ പ്രാദേശിക പേജുകൾ വായിച്ചു നോക്കണം. പ്രാദേശിക പേജുകളിൽ വളരെ വിചിത്രമായ ഒരു വാർത്ത കാണുന്നത് മിക്കവാറും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അനുബന്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളൊന്നും വിടത്തില്ല, അനുബന്ധ സംഘടനകൾ, പഞ്ചായത്തുകൾ, ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളൊക്കെയാണ് അതിന്റെ പിന്നിൽ. അവരുടെ പ്രസ്താവനകളാണ്. അരുവി എസ്റ്റേറ്റുകൾ വഴി ഗതാഗതം തടയുന്നു ടാറ്റ, അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനം, ബസ് ഓടിക്കാൻ അനുമതി കൊടുക്കുന്നില്ല എന്നൊക്കെ. അപ്പം വിചിത്രമായ ഒരു ലോകമാണ് അവിടെയുള്ളത്. അപ്പൊ ഈ ടാറ്റയുടെ കയ്യിലുള്ള ഭൂമിയിൽ വരുന്ന ഇത്തരം പൊതുവഴികൾ, നദികൾ, ചോലവനങ്ങൾ, പുൽമേടുകൾ, വനങ്ങളൊക്കെ ടാറ്റ അടച്ച് സ്വന്തമാക്കി. ഇത് കണ്ടെത്താൻ വേണ്ടി പണ്ട് VSന്റെ ഒക്കെ കാലത്ത് ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന നിവേദിത P. ഹരൻ, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും ഈ പേര്. അവരും അന്നത്തെ സുരേഷ് കുമാർ, മൂന്നാർ ഓപ്പറേഷന്റെ 3 ബൂച്ചുകളുടെ നായകത്വം വഹിച്ച സുരേഷ് കുമാർ എന്ന സ്പെഷ്യൽ ഓഫീസറായിരുന്നു. ഇവരൊക്കെ പഴയ ലാൻഡ് റെക്കോർഡുകൾ നോക്കി, മൂന്നാർ ഓപ്പറേഷന്റെ മുന്നോടിയായിട്ട് ഗ്രൗണ്ട് ട്രൂത്ത് എന്നാണ് അറിയപ്പെടുന്നത്, അടിസ്ഥാന ഭൂരേഖകൾ നോക്കി. അത് കഴിഞ്ഞൊരു ഉപഗ്രഹ സർവേ നടത്തി. ഈ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച്, ഇപ്പോഴും അത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം, 22,000 ഏക്കർ ഇല്ലീഗലായി, അനധികൃതമായി ടാറ്റ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഈ സാറ്റലൈറ്റ് സർവേയിൽ അന്ന് കണ്ടെത്തിയത്. VSനെ ഈ മൂന്നാർ ഓപ്പറേഷന് പ്രേരിപ്പിച്ചത് ഇങ്ങനെ ചില അടിസ്ഥാന രേഖകളാണ്. അവർ 10,000 ഏക്കർ തിരിച്ചു പിടിച്ചു. അന്ന് CPIയുടെ ഓഫീസുണ്ട് മൂന്നാർ ടൗണിൽ തന്നെ. ഒരു ഭാഗം റിസോർട്ടാണ്. CPMന്റെ ഓഫീസ് റിസോർട്ടാണ്. CPIയുടെ ദേവികുളത്തേക്ക് പോണ ഓഫീസിന്റെ ഈ റിസോർട്ടിന്റെ ഒരു ഭാഗം കയ്യേറ്റ ഭൂമിയാണ്. അത് തകർക്കാൻ ആരംഭിച്ചപ്പോഴാണ് മൂന്നാർ ഓപ്പറേഷനെതിരായി ഘടകകക്ഷിയായ CPI, CPIയുടെ CA കുര്യൻ എന്ന് പറയുന്ന തോട്ടം തൊഴിലാളി നേതാവുണ്ട്, ടാറ്റയുടെ സ്വന്തക്കാരനാണ് എന്ന് CPIക്കാർ പോലും ആക്ഷേപിച്ചിരുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെതിരായി രംഗത്ത് വരികയും VSന്റെ മേൽ CPIക്കകത്തു നിന്നും CPMനകത്തു നിന്നും വലിയ പ്രഷർ ഉണ്ടാവുകയും അങ്ങനെ മൂന്നാർ ദൗത്യം പരാജയപ്പെടുകയും ചെയ്തു. അപ്പം അതിനുശേഷം ഹൈക്കോടതിയിൽ ധാരാളം കേസുകൾ ഉണ്ടായി. 10,000 ഏക്കർ ഇവർ തിരിച്ചു പിടിച്ചു, സർക്കാരിന്റെ ഭൂമിയാണെന്ന് ബോർഡൊക്കെ വെച്ചു. പക്ഷേ ഭൂപരിഷ്കരണ നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഇളവുകൾ പ്രകാരം തങ്ങൾക്ക് ഈ ടാറ്റ ഉൾപ്പെടെയുള്ള സ്വകാര്യ വ്യക്തികൾ വാദിച്ച് തങ്ങൾക്ക് ഈ ഭൂമി കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്. ഏതായാലും പല കേസുകളിലും സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പോൾ ഈ തിരിച്ചു പിടിച്ച ഭൂമിയിൽ ഭൂരിപക്ഷവും ഇവരുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇപ്പോഴും പ്രശ്നം അവശേഷിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് ഭൂമിയില്ല. 2ാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുമ്പോൾ വ്യവസായ സംരംഭകർക്ക് ഭൂമി കൊടുക്കും. അതിനോടൊപ്പം തന്നെ ഭൂമിയില്ലാത്ത ഈ പാവങ്ങൾക്ക് ഭൂമി കൊടുക്കണമെങ്കിൽ ഈ വൻകിട കുത്തക സ്ഥാപനങ്ങൾ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി എത്ര എന്ന് അളന്ന് തിരിച്ച് അതിൽ അധികമുള്ള ഭൂമിയാണ് അവർക്ക് നൽകേണ്ടത്. 2007 ഓഗസ്റ്റ് 4-ാം തീയതി ഹാരിസൺ മലയാളത്തിന്റെ പത്തനംതിട്ട ജില്ലയിലുള്ള കുമ്പള എസ്റ്റേറ്റിൽ 5000-ഓളം ഭൂരഹിതരായ പട്ടികജാതി വർഗക്കാരും മറ്റും ലാഹ ഗോപാലന്റെ നേതൃത്വത്തിൽ അവിടെ കുടിലുകൾ കെട്ടി സമരം നടത്തി. കേരളത്തെ
പിടിച്ചുകുലുക്കിയ മറ്റൊരു ഭൂസമരമായിരുന്നു. ഞാൻ അതിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവസാനം. അതിനുശേഷം BS സർക്കാർ 2009 ലാഹ ഗോപാലനുമായി ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അത് പാക്കേജ്. ഈ പാക്കേജ് അനുസരിച്ച് ലഭ്യമായ സ്ഥലങ്ങൾ, അത് കാസർഗോഡ്, വയനാട്, ഇടുക്കി ജില്ലയിലെ ലഭ്യമായ സ്ഥലങ്ങളിൽ 1 ഏക്കർ 50 സെന്റ് 20 സെന്റ് ഒക്കെ ഭൂമി കൊടുക്കും. അങ്ങനെ ഭൂമി കൊടുക്കാൻ ആരംഭിച്ചു. പക്ഷെ ഭൂമി കിട്ടിയവരിൽ പകുതിയിലധികം പേർക്ക് താമസയോഗ്യമായ ഭൂമിയല്ല ലഭിച്ചത്. പാറപ്പുറമാണ്, വെള്ളമില്ലാത്ത സ്ഥലം, വന്യമൃഗ ശല്യമുള്ള സ്ഥലം. അവരിൽ പകുതിയിലധികം പേർ തിരിച്ചു വരികയും ഈ ഹാരിസൺ കുമ്പള എസ്റ്റേറ്റിന്റെ സമരഭൂമിയിൽ തന്നെ വീണ്ടും, ചെങ്ങറയിലെ സമരഭൂമിയിൽ തന്നെ അവർ വീണ്ടും കുടിൽ വെച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പൊ അടുത്ത വർഷമാകുമ്പോൾ 20 വർഷമാകുന്നു. അവർക്ക് ഇതുവരെ ആ ഭൂമിയിൽ അവകാശം കൊടുത്തിട്ടില്ല. അവര് പിന്നെ ഉറപ്പുള്ള വീടുകൾ വെച്ചു. കാലാവധി കഴിഞ്ഞ പ്ലാന്റേഷൻ വെട്ടിമാറ്റി കൃഷിഭൂമിയാക്കി അവർ സ്വയം പര്യാപ്തമായിട്ടുള്ള ഗ്രാമങ്ങൾ അവിടെ സ്ഥാപിച്ചു. പക്ഷെ ഇപ്പോഴും നിയമപ്രകാരം അവർക്ക് ഈ ഭൂമി നൽകിയിട്ടില്ല. മുത്തങ്ങയിൽ ഭൂമി നൽകിയ ഭൂമിയുടെ കാര്യം നമുക്കറിയാം. മറയൂരിൽ മുത്തങ്ങ സമരത്തിന് മുമ്പ് AK ആന്റണിയായിട്ട് CK ജാനു ഒപ്പുവെച്ച കരാർ അനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നൽകിയ ഭൂമിയിലും പകുതി സ്ഥലങ്ങളിൽ ആദിവാസികൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഈ ഭൂമിയൊക്കെ ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും നൽകണമെങ്കിൽ ഈ എസ്റ്റേറ്റ് ഭൂമി അടിയന്തരമായി അളന്ന് തിരിച്ച് അനധികൃതമായി ഇവർ കയ്യിൽ വെച്ചിരിക്കുന്ന ടാറ്റയും ഹാരിസൺ മലയാളം ഉൾപ്പെടെയുള്ള വൻകിട പ്ലാന്റേഷൻസ് കയ്യിൽ വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കുക എന്നുള്ളത് ആയിരിക്കണം 2ാം ഭൂപരിഷ്കരണ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഭൂമി, കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമുള്ള ഭൂമി അതറിയാവുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകിക്കൊണ്ട് മാത്രമേ ഭക്ഷ്യസുരക്ഷ കേരളത്തിന് ഉറപ്പുവരുത്താൻ പറ്റത്തുള്ളൂ. കേരളത്തിലെ പതിത ജനതയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. ഒരുപക്ഷെ എല്ലാ ദളിത് സംഘടനകളും വോട്ട് ചെയ്ത, പിന്തുണച്ച സർക്കാരാണ് VD സതീശന്റെ സർക്കാർ. അങ്ങനെ ഒരു തീരുമാനം 2ാം ഭൂപരിഷ്കരണ നിയമം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകണം. ഇല്ലെങ്കിൽ അത് അപകടകരമായിരിക്കും. ഭൂപരിഷ്കരണ നിയമം ആ രീതിയിൽ നടപ്പിലാക്കേണ്ടത് ഒരു ബാധ്യത കൂടിയാണ്, ഒരു പ്രതിബദ്ധത കൂടിയാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.